റീൽസിനായി പ്രത്യേക ആപ്പ് പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് മെറ്റ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ തുറന്നാൽ റീൽസ് കണ്ട് സമയം പോകുന്നവരാണ് ഇന്ന് അധികം ആളുകളും. റീൽസുകൾ സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിച്ചിട്ട് അധികം കാലമായില്ലെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ അത് ഏറ്റെടുത്തുവെന്ന് തന്നെ പറയേണ്ടി വരും. ഉപഭോക്താക്കൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഇൻസ്റ്റഗ്രാമിലെ റീൽസ് ഫീച്ചർ ഇനി പ്രത്യേക ആപ്പായി പുറത്തിറക്കാനാണ് മെറ്റ ആലോചിക്കുന്നത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ചൈനീസ് ഉടമസ്ഥതയിലുള്ള ടിക്ടോക്കിന് യുഎസിൽ ഭാവിയിൽ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന സൂചനകൾ വന്നതോടെയാണ് മെറ്റയുടെ ഈ നീക്കം. ഇൻസ്റ്റഗ്രാമിൽ നിന്ന് റീൽസ് പൂർണ്ണമായും ഒഴിവാക്കാതെ തന്നെ റീൽസിനായി മറ്റൊരു പ്രത്യേക ആപ്പ് അവതരിപ്പിക്കാനാണ് മെറ്റയുടെ പദ്ധതി. അതേസമയം ടിക്ടോക്കിന് വെല്ലുവിളിയായി ഇതിനോടകം തന്നെ മെറ്റ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ അടുത്ത് ടിക്ടോക്കിന്റെ മാതൃകമ്പനിയായ ബൈഡാൻസിന്റെ ഉടമസ്ഥതയിലുള്ള വീഡിയോ എഡിറ്റിംഗ് ആപ്പായ ക്യാപ്കട്ടിന്റെ ഉപയോക്താക്കളെ ലക്ഷ്യമിട്ട് എഡിറ്റ്സ് എന്ന പേരിൽ മെറ്റ പുതിയൊരു വീഡിയോ എഡിറ്റിംഗ് ആപ്പ് പുറത്തിറക്കിയിരുന്നു. ഇതിലൂടെ ടിക്ടോക്കിന്റെ വിപണിയിൽ ഒരു പങ്ക് നേടാനാണ് മെറ്റ ശ്രമിക്കുന്നത്. ടിക്ടോക്കിനോട് മത്സരിക്കാൻ 2018 മെറ്റ ലാസോ എന്ന പേരിൽ ഒരു വീഡിയോ ഷെയറിംഗ് ആപ്പ് പരീക്ഷിച്ചിരുന്നു. എന്നാൽ ആ ആപ്പിന് കാര്യമായ പ്രചാരം ലഭിക്കാത്തതിനാൽ അത് പിന്നീട് നിർത്തലാക്കുകയായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഫീച്ചർ വളരെയധികം ജനപ്രീതി നേടിയിട്ടുണ്ട്. ഇത് പ്രത്യേക ആപ്പായി പുറത്തിറക്കിയാൽ ടിക്ടോക്കിന് ഒരു ശക്തമായ എതിരാളിയായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ.